ഫഹദ് ഫാസിൽ ഇന്നത് പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല ചാനലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉള്ള ഒരേ ഒരു മലയാളം നടനാണ് ഫഹദ് ഫാസിൽ. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഒരു ഡയലോഗ് പറയാൻ പറ്റും, പക്ഷേ വേദി കയറിയെന്ന് പ്രസംഗിക്കാൻ ഉള്ള പക്വതയൊന്നും എനിക്കില്ല എന്ന് എന്നോട് എൻ്റെ കുടുംബാംഗങ്ങൾ പറയാറുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ അദ്ദേഹം അത് സൊസൈറ്റിയോട് ചെയ്ത വലിയൊരു സംഭാവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഫഹദ് ഫാസിൻ്റെ ഈ തുറന്നു പറച്ചിൽ, 41-ാം വയസ്സിലാണ് ഞാൻ ഡയഗ്നോസ് ചെയ്തെന്ന് തുറന്നു പറച്ചിൽ വളരെ പ്രധാനമല്ല. അതർവൈസ് അതൊരു പ്രശ്നമൊന്നുമല്ല, തനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അയാൾ തന്നെ സ്വയം തിരിച്ചറിയും, അത് സമൂഹത്തോട് പറയുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് ഒരു വേറെ തരത്തിലുള്ള അവയർനെസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഇതൊക്കെ അസുഖങ്ങളാണ് എന്ന് നമ്മുടെ സൊസൈറ്റി അംഗീകരിച്ചിട്ട് തന്നെ അധികം നാളൊന്നും ആയിട്ടില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു മാനസിക വിഷമം വരുവാണ്, ഡോക്ടറെ കാണുന്ന പറഞ്ഞാൽ നിനക്ക് എന്താണ്, ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയൊക്കെ, ഡിപ്രഷനോ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ കാലത്ത് ഐ ആം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ചെറിയൊരു മൂഡ് സ്വിങ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴത്തേക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്, വളരെ സിമ്പിളായിട്ട് ഇടാവുന്നൊരു സാധനമല്ല, അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് അനുഭവിക്കുന്നവർക്ക്, ആ രോഗാവസ്ഥയുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ ന്യൂറോട്ടിക് ആൻഡ് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതിൻ്റെ ചികിത്സയിൽ തന്നെ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊരാൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊരു ഡോക്ടർക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനൊരു പ്രശ്നമുണ്ട് തനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് സാധാരണ ആളുകൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഒന്ന് സ്വയം തിരിച്ചറിയുക, അവരുടെ കൂടെയുള്ളവരത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയിൽ, ഡയഗ്നോസിസിലെയും ചികിത്സയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഫഹദ് ഫാസിൻ്റെ ഈ തുറന്നു പറച്ചിൽ, 41-ാം വയസ്സിലാണ് ഞാൻ ഡയഗ്നോസ് ചെയ്തതെന്ന് തുറന്നു പറച്ചിൽ വളരെ പ്രധാനമല്ല. അതർവൈസ് അതൊരു പ്രശ്നമൊന്നുമല്ല, തനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അയാൾ തന്നെ സ്വയം തിരിച്ചറിയും, അത് സമൂഹത്തോട് പറയുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് ഒരു വേറെ തരത്തിലുള്ള അവയർനെസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. ഞാൻ ഈ സംഭവത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം, വേറെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ആ പങ്കെടുത്ത സ്ഥാപനമുണ്ട് പീസ് വാലി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിലാണ്. അതർവൈസ് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ വോളണ്ടിയർ ആവേണ്ട ആളാണ്. കാരണം എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണ്, എൻ്റെ ഫാമിലിയിലെ പലരും അതിൽ വോളണ്ടിയേഴ്സാണ്. എൻ്റെ വളരെ അടുത്ത ജീവിതത്തിൽ അടുത്ത 3 സുഹൃത്തുക്കളാണ് അത് ബീജാവാപം നൽകുകയും അതിന് രൂപം നൽകുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് വളരെ ബന്ധമുള്ളൊരു സ്ഥാപനം കൂടിയാണ് അത്. ആ വേദിയിൽ ഉണ്ടാവേണ്ട ആളാണ് തീർച്ചയായിട്ടും. ഒരർത്ഥത്തിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ആളാണ്. അപ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ സ്ഥാപനം ചെയ്യുന്നത് ഒന്ന്, ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള രോഗികളെ ചികിത്സിക്കുക, അവരെ പരിചരിക്കുക. 2, ഈ പറഞ്ഞതുപോലെ ന്യൂറോട്ടിക് ഓർ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പുനരധിവാസം, റിഹാബിലിറ്റേഷൻ കൊടുക്കുക, സൗജന്യ ഡയാലിസിസ് ചെയ്യുക. അതൊന്നും ചെറിയ കാര്യമല്ല. ഈ 3 കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. അവരിത് തുടങ്ങുമ്പോൾ ഞാൻ അവരുമായിട്ട് തർക്കിക്കുകയായിരുന്നു, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമില്ല, കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണത്, നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ ആരുടെയൊക്കെ സഹായം സ്വീകരിച്ച് അത് നടത്തിക്കൊണ്ടുപോവുക, നിലനിർത്തുക എന്നുള്ള വലിയ ചലഞ്ചായിരിക്കും എന്ന് പറഞ്ഞ് തർക്കിച്ചു. പക്ഷെ അത് അത്ഭുതകരമായി എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ തന്നെ എന്നെ തന്നെ നാണം കെടുത്തിക്കൊണ്ട് അത് വളരുകയാണ്. എൻ്റെ ഈ സംശയങ്ങളൊക്കെ തെറ്റായിരുന്നു തെളിയിക്കുന്ന രീതിയിൽ ആ നാട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച തന്നെ ഞാൻ ഈ പറയുന്ന ഇത്തരം അവസ്ഥകളുള്ള മനുഷ്യരോട് ഉള്ള ഒരു സമൂഹത്തിൻ്റെ അവയർനെസ് മാറി വന്നു കഴിഞ്ഞൊരു 1.5 പതിറ്റാണ്ടിനിടയ്ക്ക് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് സ്ഥാപനം. എന്ന് മാത്രമല്ല, നമ്മൾ സൊസൈറ്റി വലിയ തോതിൽ ആർത്ഥത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ചും സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആൾക്കാർ നേരിടുന്ന വെല്ലുവിളികൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളുടെ തെരുവിലായിരുന്നു അഭയം. തെരുവിലൂടെ നടക്കുകയായിരുന്നു അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരൊന്ന് റിഹാബിലിറ്റേഷൻ പോട്ടെ, അവർക്ക് ചികിത്സ പോലും ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇന്നങ്ങനെ ആരും നമ്മൾ കാണുന്നില്ല, തെരുവിലൂടെ ആളുകൾ അലയുന്നത് കാണുന്നില്ല. അത് സമൂഹത്തിൽ വരുന്ന മാറ്റമാണ്. പ്രത്യേകിച്ചും ഫഹദ് ഫാസിൽ ഇന്നത് പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല ചാനലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉള്ള ഒരേ ഒരു മലയാളം നടനാണ് ഫഹദ് ഫാസിൽ. പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിനിഫൈലായിട്ടുള്ള ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ മലയാള സിനിമയോട് പ്രത്യേകമായ ഇഷ്ടം കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ അവരെ അതിലേക്ക് ആകർഷിക്കുന്നു. മലയാള സിനിമയിലേക്ക് ആകർഷിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ഫഹദ് ഫാസിലാണ്. കാരണം അദ്ദേഹത്തിന് ഒരു വേഴ്സറ്റൈൽ ആക്ടിങ് സ്കിൽ കൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും ആളുകളെ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റുകയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം സൊസൈറ്റിക്ക്, അദ്ദേഹം അറിഞ്ഞോ അറിയാതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഒരു ഡയലോഗ് പറയാൻ പറ്റും, പക്ഷേ വേദി കയറിയെന്ന് പ്രസംഗിക്കാൻ ഉള്ള പക്വതയൊന്നും എനിക്കില്ല എന്ന് എന്നോട് എൻ്റെ കുടുംബാംഗങ്ങൾ പറയാറുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ അദ്ദേഹം അത് സൊസൈറ്റിയോട് ചെയ്ത വലിയൊരു സംഭാവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.